മക്കളെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു വീഡിയോ ഏട്ടാ. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു വലിയ പിടുത്തമില്ല ഏട്ടാ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഫുള്ളായിട്ട് കണ്ടേട്ടാ. അപ്പോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ ഉണ്ടല്ലോ നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സലാലയിൽ നല്ല ചൂടാണ്. ഇതിപ്പോൾ ഉച്ച സമയം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി ഓക്കെ ഒരു വീഡിയോ എടുത്ത് കളയാം, ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വെച്ചിട്ട് ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയാലും തന്നെ ഉണ്ടല്ലോ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഷോർട്സിൻ്റെ രൂപത്തിൽ അങ്ങ് എടുത്തു പോയി കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നതാണ്, ഞാനങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഷോർട്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് വന്നു പോവും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു ഓക്കെ അതൊന്നും പ്രശ്നമില്ല, അങ്ങനെ അങ്ങ് പോട്ടെ, കുറച്ച് ഭാഗ്യമല്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് ചെയ്തതാട്ടാ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ ചോറുണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഒരു എഗ് ബിരിയാണി പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള എഗ് ബിരിയാണി കേട്ടോ. വേറൊന്നുമില്ല, കുറച്ച് ഉള്ളി, ഒരു 2 ഉള്ളി എടുക്കുക, ഒരു തക്കാളി എടുക്കുക, പിന്നെ കുറച്ച് വെളുത്തുള്ളി കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുക. ചെറിയ കഷ്ണം വെളുത്തുള്ളിയല്ല, ഒരു 2-3 വെളുത്തുള്ളി. പക്ഷേ എൻ്റെ അടുത്ത് വെറും ഒറ്റൊരു പീസ് വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെടുത്തിന്, ബാക്കി ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിന്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എഗ് ബിരിയാണി ആക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് സിമ്പിളായിട്ട് കഴിയേണ്ടി വരും കേട്ടോ. എനിക്കിപ്പോൾ ഒരു നാളെ ഒരു എക്സാം ഉണ്ട്, അപ്പോൾ അതിനുള്ള ചെറിയൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ കറിയും ഒന്നും ആക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് എഗ് ബിരിയാണി തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഒരു 4 മുട്ട എടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൽ തന്നെ എല്ലാ പണിയും ചെയ്ത് തീർക്കുന്നത്, വേറൊരു പാത്രമോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. കാരണം മടി തന്നെ, വേറൊന്നുമല്ല. കുക്കറിലാകുമ്പം എല്ലാം ഒരു പാത്രത്തിൽ തന്നെ അങ്ങ് കഴിയുമല്ലോ. അല്ലെങ്കിൽ മുട്ട വേറെ പാത്രത്തിൽ വെച്ച്, ചോറ് വേറെ പാത്രത്തിൽ വെച്ച്, അങ്ങനെ കുറേ പാത്രങ്ങളങ്ങ് കഴിയും. ഓൾറെഡി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റൊരു കുക്കറിൽ മാത്രം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ മുട്ട ഇട്ടിട്ട് ഒരു 2-3 വിസിലിനുള്ളിൽ നമുക്ക് നല്ലോണം മുട്ട വെന്ത് കിട്ടും. അപ്പോൾ അത് മാറ്റിയിട്ട് അതേ കുക്കറിലേക്ക് തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിന്, പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്ത്, പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അതിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചേട്ടാ, കുറച്ച് ഒരു ലേശം എടുത്തിട്ട് പിന്നെ കുറച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം കുറേ എടുത്തിട്ട് നമുക്ക് ഉള്ളി വാട്ടുമല്ലോ, അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ പൊരിച്ച ഉള്ളി ചേർക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ ഒരു 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഉള്ളി, പിന്നെ പച്ചമുളക്, കുറച്ച് തക്കാളി എല്ലാം ഒന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഉള്ളി. ഞാൻ സാധാരണ അപ്പം തന്നെ തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഞാൻ വാട്ടിനുള്ളൂ, അപ്പോൾ തന്നെ തക്കാളി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയില്ലേ അതും കൂടി ഒന്ന് ചതച്ചിട്ട് അത് വിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം വാടി വരുമ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കാനുണ്ട്. അന്ന് എന്തൊക്കെ പൊടികളെ ഞാൻ ചേർത്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ ചേർക്കുന്നുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഗരം മസാലക്ക് അത്ര ഭയങ്കര ഫ്ലേവർ കുത്തലില്ലാത്ത ഗരം മസാലയാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും, കുറച്ച് ചിക്കൻ മസാലയും, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ ഫസ്റ്റ് ഓയിൽ നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കില്ല, അപ്പോൾ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ചെയ്യുകയും ചെയ്യട്ടെ. ഞാനിപ്പം മുട്ട പ്ലെയിനായിട്ട് തന്നെ ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എഗ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ബസ്മതി അരി എടുത്തത്. ബസ്മതി അരിയില്ലെങ്കിൽ നമുക്ക് സാധാ മറ്റേ അരി ഉണ്ടല്ലോ, നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരി, ആ അരി ഞാൻ എടുക്കലുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും ബസ്മതി അരി എടുക്കുന്നത്. എന്നിട്ട് ബസ്മതി അരിക്ക് വേണ്ട രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള നിലയിലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ബസ്മതിക്ക് കുറച്ച് വേവ് കൂടുതലുണ്ട്. പിന്നെ ഞാൻ ഊറ്റിയിട്ടെല്ലാം എടുക്കുന്നത്, അപ്പാടന്നെ പിന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് അരി ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് മല്ലിയിലും അതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് മുട്ട ഉണ്ടല്ലോ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയും അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ നമ്മളെ കറക്റ്റായിട്ടുള്ള എഗ് ബിരിയാണി റെഡി കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്, ഭയങ്കര ആർഭാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. മറ്റേ ജാതി ഞാൻ വെക്കലുണ്ട്, ഇതുപോലെയും വെക്കലുണ്ട് കേട്ടോ. എനിക്കിത് കുറച്ചും കൂടി ഇഷ്ടമുള്ളതാണ്, കാരണം പെട്ടെന്നാവുമല്ലോ. ഇങ്ങനെ ഇതൊരു ആരെങ്കിലും ഉണ്ടാക്കാത്തുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കട്ടെ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ മറ്റേ ചാതി ഉണ്ടാക്കുകയും ചെയ്യില്ല, കാരണം ഈസി പണിയാവണമല്ലോ എല്ലാവരും നോക്കാം.
അപ്പോൾ നമ്മൾ എഗ് ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഒന്ന് ക്ലീനിങ്ങിന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ക്ലീനിങ് ഇറങ്ങലെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര പണി തന്നെയായിരിക്കും. കാരണം മൊത്തത്തിലൊന്ന് പെറുക്കണം, മൊത്തത്തിൽ റൂം മൊത്തം ഒന്ന് പെറുക്കിയെടുക്കണം. എന്നിട്ട് മാത്രം നമുക്കത് അടിച്ച് വാരി തുടക്കാനൊക്കെ പറ്റും കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് ഉണ്ടാവും, ചെരുപ്പുണ്ടാകും, ബാഗ് ഉണ്ടാകും, പുസ്തകങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ പെറുക്കാൻ നിൽക്കണം, എന്നിട്ട് അടിച്ച് വാരി തുടക്കൽ കേട്ടോ. ഞാനപ്പോൾ രാവിലെ എണീറ്റാലും ഈ ഒരു ജനൽ, റൂമിൻ്റെ ജനൽ അവിടെ തുറന്ന് നോക്കും കേട്ടോ. ഒരു റൂമിൻ്റെ ജനൽ അവിടെ തുറന്ന് നോക്കും, കാരണം നല്ല കാറ്റുണ്ടാകും കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല ചൂടൊക്കെ ആയിട്ട് കാറ്റൊക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് തുറന്ന് നോക്കും. അതുകൊണ്ട് നമ്മൾ അടിച്ചു വരാനൊക്കെ പോകുമ്പോണ്ടല്ലോ ഫസ്റ്റ് അത് പൂട്ടണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കും കേട്ടോ. അല്ലെങ്കിൽ അടിച്ചു വരലേ ഉണ്ടാവും, നമ്മൾ അത് തീരലുണ്ടാവില്ല. കാരണം കാറ്റ് ഭയങ്കരമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അടിച്ചു വരത്തൊക്കെ പിന്നെ ഇങ്ങനെ അങ്ങ് പറന്ന് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് പൂട്ടിയിട്ട് പിന്നെ അടിച്ചു വരാനൊക്കെ നിൽക്കും കേട്ടോ. ഈ ഒരു റൂമിൽ നമ്മളാരും കിടക്കലൊന്നുമില്ല. നമ്മൾ കളിക്കുക, കുട്ടികൾ കളിക്കും, പഠിക്കും, പിന്നെ പോരാ തന്നെ കിടക്കലൊക്കെ കയറി തുള്ളും, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു റൂമായത്. വെറുതെ ഒരു കട്ടിൽ ഇവിടെ ഇട്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ ആട മറിയും എന്തെല്ലോ പുതപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരുന്നു കേട്ടോ. അന്നേരം രാത്രിയായിട്ട് വെറുതെ കിടന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആടെ ജസ്റ്റ് ഒരു പഴയ ഷീറ്റ് എടുത്ത് പിരിക്കുന്നുണ്ട്. ഇത് ബെഡ്ഷീറ്റ് ആയിട്ടല്ല, ഒരു കിടക്കേൻ്റെ കവർ പോലത്തെ ഒരു ഐറ്റാട്ടോ ഇത്. അത് ജസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കല. ഇതിൻ്റെ ഇതേ രീതിയിൽ തന്നെ വേറൊന്നുണ്ട്, പക്ഷേങ്കിൽ അത് പിന്നെ ഇലാസ്റ്റിക് മോഡലായിട്ടുള്ളത്. ഇതിപ്പോൾ ഇലാസ്റ്റിക് ഒന്നും ഇല്ല, ജസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതൊരു കവർ തന്നെയാണ്, കിടക്കൊക്കെ ഇടുന്നൊരു കവർ പോലത്തെ ഒരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും. ബെഡ്ഷീറ്റായിട്ടൊന്നും പിരിക്കലില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമ്മളാരും കിടക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പെട്ടെന്ന് ഒന്ന് തുടച്ചെടുക്കണം. ഇതിപ്പോൾ ബെഡ്റൂം ആട്ടോ, അതെല്ലാവരും ഒന്ന് തുടച്ചിട്ട് എടുക്കുന്നുണ്ട്. ബെഡ്റൂമും എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് എടുക്കുക ചെയ്യാം. ഇതെല്ലാ ദിവസവും തുടക്കുന്നത് തന്നെയാട്ടോ ഞാൻ. ചെറിയ കുട്ടികളുള്ളവർക്ക് മനസ്സിലാകും കേട്ടോ, എല്ലാ ദിവസവും തുടച്ചിക്കില്ലൊരു അവസ്ഥ. പിന്നെ എല്ലാ ദിവസവും തുടക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഹെയർ പാക്ക് ആട്ടോ. നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്ക്. നമ്മൾ സ്കൂളൊക്കെ പോകുന്ന ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് പറ്റിയത് നല്ല ഹെയർ പാക്ക് ആട്ടോ. ഇതിപ്പോൾ ഞാൻ മറിയൂന് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു അടിപൊളിയായിട്ട് തോന്നിയൊരു ഹെയർ പാക്ക് ആട്ടോ. ചെറിയ കുട്ടികൾ സ്കൂളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചൂട് കാലത്തുണ്ടല്ലോ, അതുപോലെ മുടിയൊക്കെ നല്ലതായിട്ട് ഡ്രൈ ആവും. നല്ല ഡ്രൈ ആവുമെന്ന് വെച്ചാൽ നല്ലപോലെ ഡ്രൈ ആവും. അങ്ങനത്തെ കുട്ടിയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കറ്റർവായ കട്ട് ചെയ്തിട്ട് അതവിടെ വെച്ചു. എന്നിട്ട് പഴയതൊന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കട്ട് ചെയ്തിട്ട് ആദ്യമേ വെക്കുന്നത്. അത് എടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹെയർ പാക്ക്. കാരണം അതിലുള്ളൊരു മഞ്ഞ കറ ഉണ്ടല്ലോ, അത് പോയി കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ പഴയത് എടുക്കുമ്പോൾ പുതിയതൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ വെക്കും. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ടൈമും എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ കുറച്ച് തേങ്ങാപ്പാൽ വേണം കേട്ടോ. അതിന് വേണ്ടി ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നുണ്ട്. കറ്റാർ വാഴ ഞാൻ എപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കും കേട്ടോ. നമുക്ക് എപ്പോൾ തോന്നുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു മൂഡ് വരുന്നത് ആ ഒരു ടൈമിൽ ഞാൻ വേഗം ആക്കുക ചെയ്യാം. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ വെക്കും കേട്ടോ. കാരണം അതിൻ്റെ അകത്തുള്ള മഞ്ഞ കറ പോയി കിട്ടണമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അത്. ഇപ്പോൾ ഇത് ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് അതിൽ നിന്ന് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം, അതെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറ്റവായ എടുത്തിട്ട് അതിൻ്റെ ജെല്ലിയൊക്കെ പുറത്തുള്ള മുള്ളു പോലത്തെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് ഈ ജെല്ലി പോലത്തെ ഭാഗം ഉണ്ടല്ലോ അതും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വലിയവർക്കും ചെറിയവർക്കും എല്ലാം പറ്റിയൊരു ഹെയർ പാക്ക് ആട്ടോ. കാരണം വലിയവർക്കും ഉപയോഗിക്കാം, ചെറിയവർക്കും ഉപയോഗിക്കാം. പക്ഷേ തീരെ ചെറിയ കുട്ടികൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മോക്കിപ്പോൾ 4 വയസ്സായി. ഓക്കെ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പക്ഷേങ്കിൽ ഓക്ക് ഉപയോഗിക്കുമ്പോൾ വെച്ചാൽ ഓൾ കാണാൻ പാടില്ല ഇത് ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓക്ക് ഉപയോഗിക്കൂല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഭയങ്കര മടിയാണ്, ഞാൻ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് കേട്ടോ. കാരണം മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകും കേട്ടോ. ഇവർ പുറത്ത് പോകുമ്പോൾ ഭയങ്കര പൊടിയും ഒക്കെ അടിച്ചിട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കും മുടി. പിന്നെ നമുക്ക് മുടിയൊക്കെ തൊടുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, പിന്നെ എന്തോ പോലെ അതിനുണ്ടാകും, ഭയങ്കരമായിട്ട് ചിക്ക് കെട്ടും. പോരാത്തതിന് മുടിയൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കേണ്ട രീതിക്കാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലൊരു സൊല്യൂഷൻ ആട്ടോ ഇത് എനിക്ക് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഓള് കണ്ടാൽ പറയും എനിക്ക് മുള്ളുള്ള സാധനം വേണ്ട എന്നിട്ട് കരയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്കാണ്ട് മെല്ലെ ഹെയർ പാക്ക് ആക്കിയിട്ട്, അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഒരു വൈറ്റ് കളറാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഇഷ്ടം ഉണ്ടാവില്ല, തേക്കാനൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഞാനിവൾക്ക് ചെറുപ്പം മുതലേ വെളിച്ചെണ്ണ മാത്രമേ തേച്ചിട്ടുള്ളൂ കേട്ടോ. വേറൊരു ബ്രാൻഡോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ സാധാ നാട്ടിലെല്ലാം ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, മില്ലിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു വെളിച്ചെണ്ണ മാത്രമേ കേട്ടോ ഞാൻ 2 ആൾക്കും തേച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഹെയർ പാക്കൊക്കെ നല്ലോണം തേച്ച് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കൈ കളയും കേട്ടോ. അതിൻ്റെ കൂടുതലൊന്നും അവൾ സമ്മതിക്കൂല. ഞാൻ ഷാമ്പു ഒന്നും ഇടില്ല കേട്ടോ, അപ്പാട് വാഷ് ചെയ്തിട്ട് എടുക്കല. നമുക്ക് നല്ല അതിനായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അവൾ മുടിക്ക് അങ്ങനെ ചിക്കൊന്നും കെട്ടൂല, മുടി നല്ലോണം ഒന്ന് മോയ്സ്ചറായ പോലെ ഉണ്ടാവും കേട്ടോ നമുക്ക്.
അപ്പോൾ ഓല കുളിയൊക്കെ കഴിഞ്ഞു. മറിയുവിനെ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എഴുതി കൊടുത്ത് ഓലിക്ക് ഫുഡൊക്കെ കൊടുത്തേട്ടാ. എന്നിട്ടിപ്പോൾ തായ്ക്ക വന്നിട്ടുണ്ട്. അപ്പോൾ തായ്ക്കക്ക് നമുക്ക് രണ്ടാക്കും കൂടിയിട്ട് ചായ ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ. അപ്പോൾ ഓൾക്ക് സാധാരണ മറിയും ഫുഡൊക്കെ കഴിച്ചാലും കുറേ ടൈം ആവുമല്ലോ ഉറങ്ങാൻ. അപ്പോൾ ഓൾക്ക് ബർഗറോ എന്തെങ്കിലും വേണമെന്ന് പറയലുണ്ട്. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഇന്ന് വേണ്ടാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് രണ്ടാക്കും മാത്രം ആക്കിയെടുക്കുന്നത്. പിന്നെ പാച്ചും അങ്ങനെ ഒന്നും കഴിക്കൂല കേട്ടോ. നമ്മൾ കഴിക്കുമ്പം അതിൽ നിന്ന് ഒന്നോ രണ്ടോ കടിച്ചാൽ മാത്രമായി. അപ്പോൾ കുറച്ച് ദിവസം മുന്നായിട്ട് ഫ്രോസൺ ബർഗർ പാറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബർഗറിൻ്റെ ബണ്ണും കൂടി പിന്നെ വാങ്ങിയപ്പോൾ ഇന്നത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ, ഇതിപ്പോൾ ഫ്രോസൺ ആവുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി തിന്നും. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ചായക്കും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായക്ക് വെച്ചിട്ട് ചായ ആകുന്ന ടൈമിനെ കൊണ്ട് തന്നെ നമുക്ക് ബർഗറിൻ്റെ പാറ്റിയും ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ബർഗറായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പച്ചക്കറിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല, സാധാരണ പച്ചക്കറിയോ അങ്ങനെ എന്തൊക്കെ ചേർക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബർഗറിൻ്റെ പാറ്റിയും അതുപോലെ തന്നെ പിന്നെ കുറച്ച് സോസും ചീസും മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ലെറ്റ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും വെക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒന്നും വെക്കാനൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒന്നാമത് എനിക്ക് ബർഗറിൻ്റെ പാറ്റിയും അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു ബ്രെഡൊക്കെ ഉള്ള പോലത്തെ ടൈപ്പ് ബർഗറിൻ്റെ പാറ്റി അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിനും ടേസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. ബർഗറിൻ്റെ പാറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിനും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നൽ. അതുകൊണ്ട് എന്തെങ്കിലും, പക്ഷേ നമ്മളെന്തായാലും വാങ്ങിപ്പോയ സ്ഥിതിക്ക് എന്തായാലും ഇത് തീർക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് പോയി പോകുന്ന പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് ഞാൻ മറിയുവിന് പ്ലേ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടും കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട്, ഓളും പച്ചക്കറിയൊന്നും വിട്ടിട്ടൊന്നും ഓള് കഴിക്കൂല. അപ്പോൾ പ്ലെയിൻ ആയിട്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്താൽ അതങ്ങനെ കഴിക്കും കേട്ടോ. അത് കഴിച്ചിട്ട് വരുത്തുണ്ട്. അതേസമയം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആക്കി കൊടുത്താലുണ്ടല്ലോ പകുതി ബാക്കിയായിരിക്കും കേട്ടോ, പകുതി നമ്മൾ തിന്നേണ്ടി വരും. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് തായ്ക്ക ഷോപ്പിലേക്ക് വീണ്ടും പോയി കേട്ടാ. എന്നിട്ട് പിന്നെ ഞാനിതാ കുട്ടികളെയൊക്കെ ഉറക്കിയിട്ട് ഒരു 10:30 മണിയെല്ലാം ആകുമ്പോൾ വീണ്ടും കിച്ചണിലേക്ക് വരാം. ഈ ഒരു ടൈമാകുമ്പോൾ മാത്രം കേട്ടാ ഞാൻ വീണ്ടും ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ചപ്പാത്തിയും ഫിഷ് ഫ്രൈയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടാ പോയിട്ട് കുട്ടികളെയൊക്കെ ഉറക്കാൻ പോയത്. എന്നിട്ട് ഫസ്റ്റ് തന്നെ വന്നിട്ട് ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് ഒരു 3 എണ്ണമൊക്കെ ആകുമ്പോണ്ടല്ലോ ചുടാൻ തുടങ്ങും കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും പരത്തും, പിന്നെ വന്നിട്ട് ചുടും, അങ്ങനെ കേട്ടോ ചെയ്യൽ. 3 എണ്ണം ഫസ്റ്റ് പരത്തി വെക്കുമ്പോൾ അത് ചുടും, പിന്നെയും പോയിട്ട് പരത്തി വെക്കും, പിന്നെയും ചുടും, അങ്ങനെ ചുടൽ. അതാകുമ്പോൾ പെട്ടെന്ന് തീരുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്രയല്ലേ വേണ്ടൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചുട്ടെടുക്കും. ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് 3 എണ്ണം ചുട്ടെടുക്കും. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം പരത്തിയെടുക്കും, പിന്നെ പോയിട്ട് വേഗം ചുട്ടെടുക്കും, അങ്ങനെ ചുട്ടെടുക്കലാണ്. അപ്പം ഞാൻ എല്ലാ ചപ്പാത്തിയും ചുട്ടിട്ട് കാസറോളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനിയൊരു ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഫിഷ് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ ഐസൊക്കെ പോയിട്ട് മാറ്റി വെക്കാൻ പെട്ടെന്ന് എടുത്ത തീരുമാനം കേട്ടോ, ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന്, അല്ലെങ്കിൽ കറി എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് കറി ആക്കണ്ട, മീനുണ്ടല്ലോ അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക, ചെറിയൊരു മസാല പോലെ ആക്കിയിട്ട് അങ്ങനെ ആക്കി എടുക്കാമെന്ന് വെച്ചാൽ കറി ഉണ്ടാകുമ്പം കറി പിറ്റേ ദിവസത്തേക്ക് ബാക്കിയായിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ വെള്ളിയാഴ്ചയാണല്ലോ, പിന്നെ അപ്പോൾ കറീൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള പിന്നെ നാസ്ത ആയിരിക്കും. അപ്പോൾ കറീൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ച് എന്തായാലും ഒക്കെ പിന്നെ ഫിഷ് തന്നെ പൊരിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് കൈയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെറിയൊരു സംശയം, ഞാനൊന്ന് കൊണ്ടുവന്നേരം ഉപ്പെല്ലിട്ടിട്ട് കൈയിട്ട് വെച്ചിട്ടാണോ വെച്ചത് എന്നൊക്കെ എനിക്ക് സംശയം കേട്ടോ. കാരണം ഇത് ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുവരുക, അതുകൊണ്ട് തന്നെ അപ്പാട് വെച്ചിനോ അല്ലെങ്കിൽ ക്ലീൻ ആക്കിയിട്ടാണോ വെച്ചതെന്നൊക്കെ ഒരു സംശയം. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് ഉപ്പെല്ലാം ഇട്ടിട്ട് കഴുകിയിട്ട് എടുത്ത് വെച്ച്, എന്നിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ കുഴച്ച പാത്രത്തിൽ തന്നെ കേട്ടോ മീനൊക്കെ കഴുകിയിട്ട് എടുക്കുന്നത്, കാരണം വേറെ പാത്രം എടുക്കാനൊന്നും കഴിയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ അതിൽ തന്നെ ചെയ്തിട്ട് എടുക്കുന്ന. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മസാലയായിട്ട് തയ്യാറാക്കുന്നത്. അതിന് കുറച്ച് ഉപ്പെടുത്തിന്, പിന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചെറുനാരങ്ങനെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സുർക്ക ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ സുർക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങനെ നീര് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ വെള്ളം കുറച്ച് കൂടിപ്പോയി കേട്ടോ. അപ്പം ഞാനിനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, അത് ഒന്ന് പൊരിച്ചെടുക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ പൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ മസാല കുറച്ച് ഉണ്ടല്ലേനും, കുറച്ച് വെള്ളം കൂടി പോയത്, അതും കൂടി അതിലേക്കും ഒഴിച്ച് കൊടുത്തേട്ടാ. ഇതിപ്പോൾ മൊത്തത്തിലൊരു കുഴഞ്ഞ പരിവായിരിക്കും എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടീന്.
ഇനിയിപ്പോൾ ഞാൻ മീനിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു സിമ്പിളായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മസാല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചെറിയ കഷ്ണം തക്കാളി ഇട്ട് കൊടുത്തിന്, പിന്നെ ഒരു ചെറിയ കഷ്ണം തന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണമല്ല, ഒരു ഉള്ളി കേട്ടോ, ഒരു ചെറിയൊരു ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി കേട്ടോ, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മീൻ നല്ലോണം ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് അതിൽ നമുക്ക് എന്നിട്ട് ആ മീൻ അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മസാല തന്നെ കിടന്നിട്ട് നമ്മൾ അരച്ച് വെച്ച സാധനം കൂടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഈ ഉള്ളീൻ്റെയും തക്കാളിൻ്റെ ഒക്കെ പച്ച മണം നല്ലോണം പോകണം, അതുവരെ നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉണ്ടല്ലോ പിന്നെ മഞ്ഞളോ മുളകോ ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് പിന്നെ എന്തായിരുന്നു ഓർമ്മയില്ല കേട്ടോ, ഞാൻ ഇടുമ്പം കാണിച്ചു തരാം. കുരുമുളക് കേട്ടോ, കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് മറന്നു പോയെന്ന് വെച്ചാലുണ്ടല്ലോ നമുക്ക് ചെറിയൊരു സംശയം, ഫിഷ് മസാലയാണോ ചേർത്തത്, പക്ഷേ അല്ല, കുരുമുളക് തന്നെ നമ്മൾ ചേർത്തത്. കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാൻ എല്ലാം മസാലയിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട രീതിയിൽ അങ്ങനെ ചെയ്തിട്ട് എടുക്കുന്നതാണ്. എന്നിട്ട് ആ പൊടീൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന ടൈമിൽ കുറച്ച് ചെറുനാരകം കൂടി പിഴിഞ്ഞ് കൊടുക്കാം. അപ്പം നമ്മൾ മസാലേൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ മസാല. എന്നിട്ടുണ്ടല്ലോ നമ്മൾ പൊരിച്ച് വെച്ച മീനുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാല നല്ലോണം ഇതിൻ്റെ മേലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല പരിപാടിട്ടോ, ചപ്പാത്തിക്കൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയാണ്. കാരണം ഇതിന് ആവശ്യമുള്ള മസാലയുണ്ടാവും, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയൊരു മസാലയുണ്ടാവും. അതേസമയം ഫിഷിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ ഒരു മസാല ചേർത്ത് കൊടുക്കുമ്പോൾ. ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഞാൻ ആക്കലുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്താലും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല, എനിക്ക് മടിയായതുകൊണ്ട്. പിന്നെ കുറച്ച് പിന്നെ കറിവേപ്പില എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുക. നമുക്ക് കറിവേപ്പില ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നോട് മറന്നു പോയതാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഡിന്നറിൻ്റെ പരിപാടി. അതും കൂടി കഴിഞ്ഞ് കുറച്ച് മലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മേലെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കട്ടോ. കാരണം നിങ്ങളെ വീഡിയോ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്നും അറിയണ്ടേ. അപ്പോൾ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താം. പിന്നെ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്